നമ്മൾ പറഞ്ഞു നിർത്തിയത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് വരെയായിരുന്നു. ഇനി നമ്മുടെ സിലബസിനകത്തുള്ള അടുത്ത ടോപ്പിക്ക് സെലക്ട് കമാൻഡ് ആണ്. അപ്പോൾ അതിന് മുന്നേ പല പ്രാവശ്യം പറഞ്ഞു പോയതുകൊണ്ട് ഇനിയും പറയുന്നില്ല. നിങ്ങൾ പഴയ ക്ലാസ്സുകൾ നോക്കുക. മെയിൻ ഹെഡിങ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. SQLനകത്ത് യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ ദോസ് ദാറ്റ് ആർ ട്രൂ ഓർ ഫോൾസ് വാല്യൂസ്. അതായത് എന്താ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത് ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കണം. ഇപ്പൊ മെയിൻ ആയിട്ട് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആൻഡും ഓറും നോട്ടുമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. അത് കൂടാതെ നമ്മൾ ഈ ട്രൂ ഓർ ഫോൾസ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നവയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ അത് കൂടാതെ കുറച്ച് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സും കൂടെ ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ട് തന്നെ SQLനകത്ത് പഠിക്കുന്നുണ്ട്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒന്നാമത്തതാണ് ഓൾ എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ. The all operator is used to compare a value to all values in another value set. അതായത് എന്താ ഓൾ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്? കുറേയധികം സെറ്റ് ഓഫ് വാല്യൂസിനകത്ത് ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുന്ന ടപ്പിൾസുകളെല്ലാം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് നെസ്റ്റഡ് ക്വറിക്കകത്താണ് നമ്മൾ മെയിൻ ആയിട്ട് ഓൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഓൾ യൂസ് ചെയ്യാം. അല്ലാതെ ഓൾ യൂസ് ചെയ്യുന്നെങ്കിൽ എല്ലാ ടപ്പിൾസിനും റിട്രീവ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇനി നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ട് ഓൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വാല്യൂവിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം അതിനകത്തുള്ള എല്ലാ ടപ്പിൾസും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ആ ക്വറിയിൽ നിന്നും ഓൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാല്യൂ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എക്സാമ്പിൾ നോക്കുക. സെലക്ട് പ്രൊഡക്റ്റ് നെയിം ഫ്രം പ്രൊഡക്ട്സ് വെയർ പ്രൊഡക്റ്റ് ID ഈക്വൽ ടു ഓൾ. നെസ്റ്റഡ് ക്വറി വന്നിരിക്കുക. സെലക്ട് പ്രൊഡക്റ്റ് ID ഫ്രം ഓർഡർ ഡീറ്റെയിൽസ് വെയർ ക്വാണ്ടിറ്റി ഈക്വൽ ടു 10. ഒന്നിലധികം ക്വറീസ് വരുന്നതിനെ നമ്മൾ നെസ്റ്റഡ് ക്വറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന്. നമ്മളിവിടെ ഓളിനകത്ത് ഒരു സബ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓള് കൂട്ടി നമ്മളൊരു സബ്സെറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യുന്ന കാര്യം എന്താന്ന് നോക്കിക്കേ. ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും ക്വാണ്ടിറ്റി 10 ആയിട്ടുള്ളവയുടെ പ്രൊഡക്റ്റ് ID സെലക്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഓള് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓർഡർ ഡീറ്റെയിൽസിനകത്തെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ക്വാണ്ടിറ്റി 10 ആണെങ്കിൽ മാത്രമേ ഇവിടെ നിന്നും ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് വരത്തുള്ളൂ. അതായത് ഇന്നർ ക്വറി ആണല്ലോ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ക്വാണ്ടിറ്റി 10 ആണെങ്കിൽ എല്ലാ ടപ്പിൾസും ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളിനകത്തെ എല്ലാ ടപ്പിൾസിനകത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ 10 ആണെങ്കിൽ മാത്രമേ ഇവിടെ നിന്നും എന്തെങ്കിലും ഒരു വാല്യൂ റിട്രീവ് ചെയ്യത്തുള്ളൂ. ഇനി ഇവിടെ നിന്നും വാല്യൂ റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? അവയോട് ഈക്വൽ ആയിട്ടുള്ള അതായത് പ്രൊഡക്റ്റ് ID ആണ് റിട്രീവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ID ആണ് റിട്രീവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നും ആ പ്രൊഡക്റ്റ് ID മാച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് നെയിമുകൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓള് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സബ് ക്വറിക്കകത്ത് അല്ലെങ്കിൽ ഇന്നർ ക്വറിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ടപ്പിൾസും ആ ടേബിളിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ സബ് ക്വറി എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ആ സബ് ക്വറി ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ടർ ക്വറി എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇവിടെ സപ്പോസ് വിചാരിക്കുക ഈ ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളിനകത്ത് ഒരു പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി 10ഉം ഒരെണ്ണത്തിന്റെ ക്വാണ്ടിറ്റി 9ഉം ഒരെണ്ണത്തിന്റെ ക്വാണ്ടിറ്റി 8ഉം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സബ് ക്വറി എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ല. പകരം വിചാരിക്കുക ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളിനകത്ത് 3 ടപ്പിൾസ് ഉണ്ട്. ആ 3 ടപ്പിൾസിനകത്തെയും ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സബ് ക്വറി എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ പ്രൊഡക്റ്റ് ഐഡികൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഇപ്പൊ 3 ടപ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 3 ടപ്പിൾസിന് മാച്ചിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ID റിട്രീവ് ചെയ്യും. ആ പ്രൊഡക്റ്റ് ID മാച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്റ്റ് നെയിം എവിടെ നിന്ന് കിട്ടും? പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും റിട്രീവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് ഓൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് ആൻഡ് എന്ന് പറയുന്നത്. The AND operator allows the existence of multiple conditions in an SQL statements where clause. നമ്മൾ സാധാരണയായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന അതേ പർപ്പസ് തന്നെയാണ് ഇവിടെയും ആൻഡിന്. എന്തിനു വേണ്ടിയിട്ടാ? ഒന്നിലധികം കണ്ടീഷൻസിനെ നമുക്ക് കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആൻഡിനുള്ള പ്രത്യേകത എന്താണ്? ആൻഡുമായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന കണ്ടീഷൻസ് എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ സിറ്റി ഈക്വൽ ടു ലണ്ടൻ ആൻഡ് കൺട്രി ഈക്വൽ ടു UK. ഇവിടെ എങ്ങനെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ? സിറ്റി ലണ്ടനും
സിറ്റി ലണ്ടനും കൺട്രി UK ആണെങ്കിൽ മാത്രം ആ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേബിൾ നെയിം ആണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തു നിന്നും സിറ്റി ലണ്ടനും കൺട്രി UK ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്റ്റാർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എത്ര ആട്രിബ്യൂട്ടുകൾ ഉണ്ടോ അവിടെയെല്ലാം ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതാണ് any എന്ന് പറയുന്ന ഓപ്പറേറ്റർ. The any operator is used to compare a value to any applicable value in the list as per the condition. അപ്പൊ നമ്മൾ ഓള് പഠിച്ചതിന്റെ ഏകദേശം ഒരു ഓപ്പോസിറ്റ് പോലെ വരുന്നതാണ് any എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്കകത്ത് ഇത്രയേ ഉള്ളൂ. എനിക്കകത്ത് സബ്സെറ്റിനകത്ത് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ടപ്പിൾസ് ഉണ്ടെങ്കിൽ ഔട്ടർ ക്വറി എക്സിക്യൂട്ട് ആകും. അതായത് നെസ്റ്റഡ് ക്വറിക്കകത്ത് ഇന്നർ ക്വറിക്കകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ടപ്പിൾസ് ഉണ്ടെങ്കിൽ ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഔട്ടർ ക്വറിയും എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ഓളിനകത്ത് എന്തായിരുന്നു പ്രത്യേകത? ഇന്നർ ക്വറിക്കകത്ത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എക്സാമ്പിൾ നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വെയർ പ്രൈസ് ഗ്രേറ്റർ ദാൻ എനി ഇന്നർ ക്വറി സെലക്ട് പ്രൈസ് ഫ്രം പ്രൊഡക്ട്സ് വെയർ പ്രൈസ് ഗ്രേറ്റർ ദാൻ 50. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നർ ക്വറിയാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നും പ്രൈസ് 50ൽ കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൈസിനെ റിട്രീവ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ടേബിളിനകത്ത് ഏതെങ്കിലും ടപ്പിൾസിന്റെ പ്രൈസിന്റെ വാല്യൂ 50നെക്കാട്ടിലും കൂടുതലുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും 50നെക്കാട്ടിലും കൂടുതലുണ്ടെങ്കിൽ ഈ ക്വറി എക്സിക്യൂട്ട് ആകും. അതിനുശേഷം എന്ത് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ആ പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 50ൽ കൂടുതലായിട്ട് പ്രൈസ് വരുന്ന പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടപ്പിളെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുണ്ടെങ്കിൽ ഈ രണ്ട് ക്വറികളും എക്സിക്യൂട്ട് ആകും. അടുത്താണ് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. The between operator is used to search for values that are within a set of values given the minimum value and maximum value. നമ്മളൊരു റേഞ്ച് ഓഫ് വാല്യൂവിനെ സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബിറ്റ്വീൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ബിറ്റ്വീന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് ആൻഡ് എന്ന് പറയുന്നത്. ഇനി ബിറ്റ്വീൻ ആൻഡ് എന്നുള്ളത് പോലെ തന്നെ നോട്ട് ബിറ്റ്വീൻ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ബിറ്റ്വീനകത്ത് ഒരു റേഞ്ച് ആണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു മിനിമം വാല്യൂ മാക്സിമം വാല്യൂ, ആ റേഞ്ചിനകത്തുള്ള വാല്യൂസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബിറ്റ്വീനകത്ത് കണ്ടീഷൻസ് കൊടുക്കുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കുക. സെലക്ട് എ സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വെയർ പ്രൈസ് ബിറ്റ്വീൻ 50 ആൻഡ് 60. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ടേബിളിനകത്തു നിന്നും പ്രൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ 50നും 60നും ഇടയ്ക്കുള്ള പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്താണ് എക്സിസ്റ്റ് എന്ന് പറയുന്നത്. The exist operator is used to search for the presence of a row in a specified table that meets a certain criteria. അതായത് നമ്മുടെ ക്വറിക്കകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും റോ ഉണ്ടെങ്കിൽ അവയെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുക. സെലക്ട് സപ്ലയർ നെയിം ഫ്രം സപ്ലയേഴ്സ് വെയർ എക്സിസ്റ്റ് ഇന്നർ ക്വറി സെലക്ട് പ്രൊഡക്റ്റ് നെയിം ഫ്രം പ്രൊഡക്ട്സ് വെയർ പ്രൊഡക്ട്സ് ഡോട്ട് സപ്ലയർ ഐ ഡി ഈക്വൽ ടു സപ്ലയേഴ്സ് ഡോട്ട് സപ്ലയർ ഐ ഡി ആൻഡ് പ്രൈസ് ലെസ് ദാൻ 20. അതായത് ഇന്നർ ക്വറിക്കകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു റോ ഉണ്ടെങ്കിൽ ആ റോയുടെ സപ്ലയർ നെയിമിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതാണ് ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇൻ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു കമ്പയർ എ വാല്യൂ ടു എ ലിസ്റ്റ് ഓഫ് ലിറ്ററൽ വാല്യൂസ് ദാറ്റ് ഹാവ് ബീൻ സ്പെസിഫൈഡ്. അതായത് കുറേയധികം സെറ്റ് ഓഫ് വാല്യൂസിനകത്ത് നിന്നും ഏതെങ്കിലും വാല്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ആ റേഞ്ച് ഓഫ് വാല്യൂവിനകത്തുള്ള വാല്യൂ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. ഏകദേശം ഒരു ബിറ്റ്വീൻ പോലെ തന്നെ. നോക്കുക. എക്സാമ്പിള് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ സിറ്റി ഇൻ പരാന്തസിനകത്ത് കോൺസ്റ്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് പാരീസ്, ലണ്ടൻ. അപ്പൊ ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്തു നിന്നും സിറ്റി, പാരീസോ ലണ്ടനോ ആയിട്ടുള്ള ആൾക്കാരുടെ
ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്താണ് ലൈക്ക് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. The like operator is used to compare a value to similar values using wildcard operators. Like സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാറ്റേൺ മാച്ചിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആൽഫബറ്റ്സിലാണോ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ആൽഫബറ്റ്സിലാണോ എൻഡ് ചെയ്യുന്നത്, ഇത്ര എണ്ണം ആൽഫബറ്റ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണയായിട്ട് ലൈക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. താഴെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ ലൈക്ക് ഓപ്പറേറ്ററിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ സിറ്റി ലൈക്ക് %. ഈ പെർസെന്റേജ് അണ്ടർസ്കോറും ആണ് നമ്മൾ ലൈക്കിന് കൂടെ യൂസ് ചെയ്യുന്ന വൈൽഡ് കാർഡ് ഓപ്പറേറ്റേഴ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കോറി ഇത്രയേ ഉള്ളൂ. കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും സിറ്റി എസ് എന്ന് പറയുന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റി ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതാണ് നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. The not operator reverses the meaning of the logical operator with which it is used. അതായത് നോട്ട് ഓപ്പറേറ്റർ സാധാരണയായിട്ട് നെഗേഷൻ ഓപ്പറേറ്റർ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന ഓപ്പറേറ്ററിന്റെ കൂടെ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മീൻ ചെയ്യുന്നത് ആ കണ്ടീഷന്റെ നേരെ ഓപ്പോസിറ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നാണ്. ഇപ്പൊ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇവിടെ ലൈക്കിന്റെ കൂടെയാണ് നോട്ട് കൊടുത്തിരിക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ സിറ്റി നോട്ട് ലൈക്ക് %. അതായത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും സിറ്റി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എസിൽ ഫസ്റ്റ് ലെറ്റർ തുടങ്ങാത്തവ നോട്ട് കൂട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ തുടങ്ങാത്ത കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഓപ്പറേറ്റർ ആണ് ഓർ എന്ന് പറയുന്നത്. The OR operator is used to combine multiple conditions in an SQL statements where clause. OR operator എന്ന് പറഞ്ഞാല് നമ്മൾ ആൻഡ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഒന്നിലധികം കണ്ടീഷൻസിനെ നമുക്ക് കമ്പൈൻ ചെയ്യാനാണ്. അപ്പൊ ഓറും അതുപോലെ തന്നെയാണ്, ഒന്നിലധികം കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യാനാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡിന്റെ കൂടെ സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ക്വറി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓറിനകത്ത് വരുമ്പോൾ ഓറിനകത്ത് കൊടുക്കുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും ട്രൂ ആയിട്ട് വന്നെങ്കിൽ ആ ക്വറി എക്സിക്യൂട്ട് ആകും. ഇപ്പൊ ഇവിടെ നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് വെയർ സിറ്റി ഈക്വൽ ടു ലണ്ടൻ ഓർ കൺട്രി ഈക്വൽ ടു UK. ഇപ്പൊ ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും സിറ്റി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഒന്നെങ്കിൽ ലണ്ടൻ ഉള്ളവയോ അല്ലെങ്കിൽ കൺട്രി UK ഉള്ളവയോ ആൾക്കാരുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്താണ് ഈസ് നൾ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. The null operator is used to compare a value with a null value. ഈസ് നൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഒരു ടേബിളിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഫീൽഡ് നള്ളാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈസ് നൾ യൂസ് ചെയ്യുന്നത്. നള്ളാണെങ്കിൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പൊ ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന ഫീൽഡ് നള്ളാണെങ്കിൽ മാത്രമായിരിക്കും ക്വറി എക്സിക്യൂട്ട് ആവുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക. സെലക്ട് കസ്റ്റമർ നെയിം, കോണ്ടാക്ട് നെയിം, അഡ്രസ് ഫ്രം കസ്റ്റമേഴ്സ് വേർ അഡ്രസ് ഈസ് നൾ. എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും അഡ്രസ് ഫീൽഡ് നൾ ആയിട്ടുള്ള ആൾക്കാരുടെ നെയിമും കോണ്ടാക്ട് നെയിമും അഡ്രസ്സും റിട്രീവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്താണ് യുണീക്ക് എന്ന് പറയുന്നത്. The unique operator searches every row of a specified table for uniqueness. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് ആട്രിബ്യൂട്ട്സിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂണിക് കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂണിക്കിന് പകരമായിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് യൂസ് ചെയ്യാം. രണ്ടിന്റെയും പർപ്പസ് ഒരുപോലെ തന്നെയാണ്. യൂണിക് ആയിട്ടൊരു ആട്രിബ്യൂട്ടിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെലക്ട് യൂണിക് റീജിയൻ ഫ്രം റീജിയൻ സെയിൽസ് കൊടുത്തിരിക്കുന്നതിന്റെ മീനിങ്, റീജിയൻ സെയിൽസ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നും റീജിയന്റെ വാല്യൂസ് റിട്രീവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നിലധികം ടപ്പിൾസിന് ഒരേ റീജിയന്റെ വാല്യൂസ് വരാം. അപ്പൊ അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ വരുന്നവരെ ഒഴിവാക്കിയിട്ട് ഒരു വാല്യൂ മാത്രം റിട്രീവ് ചെയ്യാനാണ് യൂണിക് കൊടുക്കുന്നത്. ഡിസ്റ്റിന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അത്രയും തന്നെയുള്ളൂ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് സ്റ്റേറ്റ് പലയിടത്ത് കേരള എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ കേരള എന്ന് റിട്രീവ് ചെയ്ത് കാണിക്കാവുള്ളൂ. നമ്മൾ സ്റ്റേറ്റ് റിട്രീവ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ തവണ മാത്രമേ കേരള എന്നുള്ള വാല്യൂ കാണിക്കാവുള്ളൂ. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂണിക് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്ന ഓപ്പറേറ്റേഴ്സ്.